ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പുതിയ GST പരിഷ്കാരങ്ങൾ ഉപഭോഗം മെച്ചപ്പെടുത്തുമെന്നും മൂലധന ചെലവിനെ ബാധിക്കില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തീരുവ പ്രതിസന്ധി നേരിടുന്ന കയറ്റുമതി സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്നും ധനമന്ത്രി. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം പുത്തൻ ഉയരത്തിൽ. ഓഗസ്റ്റ് 29 അവസാനിച്ച ആഴ്ചയിൽ കരുതൽ ശേഖരം $694 ബില്യൺ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷു ഷെറിംഗ് ടോബ്ഗെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മലയാളികൾ ഇന്ന് മൂന്നാം ഓണം ആഘോഷിക്കുന്നു. കാണികളിൽ കൗതുകവും വിസ്മയവും പടർത്തി തിരുവനന്തപുരത്തെ മെഗാ ഡ്രോൺ ഷോ. വ്യവസായ പ്രമുഖൻ അനുതിൻ ചരൺവിർകുൽ പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയാകും. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. കാർലോസ് അൽക്കരാസ് US ഓപ്പൺ ടെന്നീസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. US ചുമത്തിയ ഉയർന്ന തീരുവ മൂലം പ്രതിസന്ധിയിലായ കയറ്റുമതി സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക സമാശ്വാസ പാക്കേജ് കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഓഗസ്റ്റ് 27 മുതൽ US ഏർപ്പെടുത്തിയ 50% താരിഫുകൾ ബാധിച്ച വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ് പാക്കേജെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പുതിയ GST പരിഷ്കാരങ്ങൾ ഉപഭോഗം മെച്ചപ്പെടുത്തുമെന്നും മൂലധന ചെലവിനെ ബാധിക്കില്ലെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ അറിയിച്ചു. Citizen now has a choice to meet his aspirations and his expectations. He cannot say, look, I have the money because the income tax is reduced, but these items are beyond my affordability. Now everything has come down. I'll give you this number which is important. 99% of all the goods and services which are touched by GST are now either in 0 or in 5 or in 18. There's nothing beyond. ചരക്കുകളുടെയും സേവനങ്ങളുടെയും 99% ഇപ്പോൾ നികുതിരഹിതമോ 5-18% നികുതി പരിധിയിലോ വരുമെന്നും സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞു. GST പരിഷ്കാരങ്ങളെ ധീരവും സമഗ്രവുമെന്ന് വിശേഷിപ്പിച്ച പരോക്ഷ നികുതി ബോർഡ് ചെയർപേഴ്സൺ സഞ്ജയ് കുമാർ അഗർവാൾ അവശ്യവസ്തുക്കളുടെ GST നിരക്ക് 5% നിരക്കിൽ നിലനിർത്തിയിട്ടുണ്ടെന്നും സാധാരണക്കാരുടെ താൽപര്യമാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. പുതിയ GST പരിഷ്കാരങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെയും പാക്ക് ചെയ്ത ഭക്ഷണങ്ങളുടെയും നികുതി കുറയ്ക്കും. ഹെയർ ഓയിൽ, സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ GST 18% നിന്ന് 5% കുറച്ചു. ചൂടാക്കി അണുവിമുക്തമാക്കിയ പാൽ, പനീർ എന്നിവയും റൊട്ടി ഉൾപ്പെടെ എല്ലാത്തരം ഇന്ത്യൻ ബ്രെഡുകളും GSTയിൽ നിന്ന് ഒഴിവാക്കും. ഭക്ഷ്യവസ്തുക്കളായ പാസ്ത, നൂഡിൽസ്, ചോക്ലേറ്റുകൾ, കോഫി, കോൺഫ്ലേക്കുകൾ, വെണ്ണ, നെയ്യ്, സോസുകൾ എന്നിവയുടെയും GST 5%ലേക്ക് താഴ്ത്തി. GST ലളിതമാക്കുന്നതിലൂടെ ദരിദ്രർക്കും ഇടത്തരക്കാർക്കും വലിയ ആശ്വാസം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്. ഇന്ത്യ-US ബന്ധം പ്രധാനമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോടുള്ള പ്രതിവാര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. This relationship between United States and India is very important for us. Both our countries, we share a comprehensive global strategic partnership. युद्ध अभ्यास चल रहा है अलास्का में. साथ ही साथ कुछ दिन पहले 2+2 का इंटरसेशनल मीटिंग हुआ था. एक और डेलीगेशन, एक दल आया था डिफेंस पॉलिसी ग्रुप का अभी कुछ दिन पहले. तो दोनों देशों के बीच में आवाजाही और बातचीत चल रही है और हम प्रतिबद्ध हैं कि इस साझेदारी को और मजबूत करें. ഓഗസ്റ്റ് 29 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം $3.51 ബില്യൺ വർദ്ധിച്ച് $694.2 ബില്യൺ വിദേശ കറൻസി ആസ്തി $1.69 ബില്യൺ വർദ്ധിച്ച് $583.9 ബില്യൺ സ്വർണ്ണ കരുതൽ ശേഖരം $86.76 ബില്യൺ അടിയന്തര ആവശ്യത്തിനുള്ള പണലഭ്യത $40 മില്യൺ ഉയർന്ന് $18.77 ബില്യൺ ആയിട്ടുണ്ട്. അന്താരാഷ്ട്ര നാണയ നിധിയിലെ കരുതൽ ശേഖരം $4.74 ബില്യൺ ആയി. മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റംഗൂലം ഈ മാസം 9 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും. 16 വരെ സന്ദർശനം തുടരും. ഡൽഹിക്ക് പുറമെ മുംബൈ, വാരാണസി, അയോധ്യ, തിരുപ്പതി എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ സമീപ ദിവസങ്ങളിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം സംബന്ധിച്ച് അവിടുത്തെ സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു.
വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷു ഷെറിംഗ് ടോബ്ഗെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ബുധനാഴ്ച ഇന്ത്യയിലെത്തിയത്. വ്യവസായ പ്രമുഖൻ അനുതിൻ ചരൺ വിരാകുൽ പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയാകും. കഴിഞ്ഞ 2 വർഷത്തിനിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. കംബോഡിയയുമായുള്ള അതിർത്തി തർക്കം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രശ്നം മുൻനിർത്തി ഭരണഘടനാ കോടതി പുറത്താക്കിയ പെയ്റ്റോങ് ടാർൺ ഷിനവത്രയ്ക്ക് പകരക്കാരനായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. 492 അംഗ പാർലമെന്റിൽ 247 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അവിട്ടം നാളായ ഇന്ന് മലയാളികൾ 3ാം ഓണം ആഘോഷിക്കുന്നു. ആഘോഷ ആരവങ്ങൾക്കിടയിലും വ്യത്യസ്തമായി നിലനിൽക്കുന്ന ആചാരങ്ങളിൽ കൂടി ഊന്നൽ നൽകിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദ കൂടിക്കാഴ്ചകളുമാണ് 3ാം ഓണത്തിന്റെ സവിശേഷത. ശബരിമല സന്നിധാനത്ത് ഇന്നും ഓണസദ്യ വിളമ്പും. ഇത്തവണ സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയായിട്ടാണ് ഓണസദ്യ. പോർവിളിയുടെ വീരസ്മരണയുണർത്തി പാലക്കാട് പല്ലശനയിൽ ഓണത്തല്ല് നടക്കും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മെഗാ ഡ്രോൺ ഷോ കാണികളിൽ കൌതുകവും വിസ്മയവും പടർത്തി. കേരളത്തിന്റെ പൈതൃകവും ഓണത്തിന്റെ ആത്മാവും അവതരിപ്പിക്കുന്ന വിധത്തിൽ ആയിരക്കണക്കിന് ഡ്രോണുകളാണ് 20 മിനിറ്റ് നീണ്ട പ്രകടനത്തിൽ മാനത്ത് മിന്നിമറഞ്ഞത്. കേരളത്തിന്റെ വികസന പുരോഗതിയുടെ ചെറുചിത്രം മാത്രമാണ് ഇതെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഓണത്തിന്റെ ചരിത്രവും ഓണത്തെ ജനങ്ങൾ ഐക്യത്തോടുകൂടി കണ്ട് ആഘോഷിക്കുന്നതും വലിയ ഒരു ടൂറിസം ഉൽപ്പന്നം കൂടിയാണ് എന്ന് വിദേശ രാജ്യങ്ങളെ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന വർഷത്തെ ഓണാഘോഷം കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികളെ കേരളത്തിലേക്ക് വളരെ നേരത്തെ തന്നെ കൊണ്ടുവരുവാനുള്ള തയ്യാറെടുപ്പ് നടത്തും. മന്ത്രി വി ശിവൻകുട്ടി, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവരും ഡ്രോൺ ഷോ കാണുന്നതിനായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾ നാളെ നടക്കും. വർക്കല ശിവഗിരിയിൽ രാവിലെ 10-ന് ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ ജയന്തി സമ്മേളനം വൈകിട്ട് 6:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിൽ വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രതിസന്ധി രൂക്ഷമാണെന്നും കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അടുത്തിടെ ജമ്മു കശ്മീരിലുണ്ടായ കനത്ത മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര മന്ത്രിതല സംഘം ഇന്നലെ റിയാസി ജില്ല സന്ദർശിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജോയിന്റ് സെക്രട്ടറി കേണൽ കീർത്തി പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് നടക്കുന്ന സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. വൈകുന്നേരം 7:30-ന് രാജ്ഗീർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു സൂപ്പർ 4 മത്സരത്തിൽ ദക്ഷിണ കൊറിയ ഇന്ന് മലേഷ്യയെ നേരിടും. US ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം സിംഗിൾസിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കറാസ് ഫൈനലിലെത്തി. സെമിയിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് അൽക്കറാസിന്റെ മുന്നേറ്റം. ഫൈനലിൽ ഇറ്റലിയുടെ ജാനിക് സിന്നറാണ് അൽക്കറാസിന്റെ എതിരാളി. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ GST പരിഷ്കാരങ്ങൾ ഉപഭോഗം മെച്ചപ്പെടുത്തുമെന്ന് മൂലധന ചെലവിനെ ബാധിക്കില്ലെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. തീരുവ പ്രതിസന്ധി നേരിടുന്ന കയറ്റുമതി സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്നും ധനമന്ത്രി. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം പുത്തൻ ഉയരത്തിൽ. ഓഗസ്റ്റ് 29-ന് അവസാനിച്ച ആഴ്ചയിൽ കരുതൽ ശേഖരം $694 ബില്യൺ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷു ഷെറിംഗ് ടോബ്ഗെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മലയാളികൾ ഇന്ന് 3ാം ഓണം ആഘോഷിക്കുന്നു. കാണികളിൽ കൌതുകവും വിസ്മയവും പടർത്തി തിരുവനന്തപുരത്തെ മെഗാ ഡ്രോൺ ഷോ. വ്യവസായ പ്രമുഖൻ അനുതിൻ ചരൺ വിരുകുൽ പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയാകും. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. കാർലോസ് അൽക്കറാസ് US ഓപ്പൺ ടെന്നീസ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.